ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇതുവരെ ആരും ഉണ്ടാക്കി നോക്കാത്ത ഒരു ഷാർജ ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ റെസിപ്പി. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചൈന ഗ്രാസ് ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ. ഏകദേശം എത്ര ഗ്രാം ഉണ്ടാവും എന്നറിയില്ല. ഈ ഒരു രണ്ട് മൂന്ന് കഷ്ണമാണ് ആകെ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് അലിയിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ പതുക്കെ ഇളക്കി കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യാൻ നോക്കണം കേട്ടോ. ഇത് പയ്യെ നമുക്ക് അധികം ടൈമൊന്നും എടുക്കില്ല. കുറച്ച് നേരം കൊണ്ട് തന്നെ അത്യാവശ്യം മെൽറ്റായിട്ട് കിട്ടും. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല രീതിക്ക് പഞ്ചസാര നല്ല രീതിക്ക് അതായത് കലങ്ങി കിട്ടുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഇപ്പോൾ അത്യാവശ്യം പഞ്ചസാരയൊക്കെ കലങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ രണ്ട് ചെറിയ പാക്കറ്റ് ബ്രൂ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. നമ്മുടെ വെള്ളം ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ബ്രൂവും കൂടി ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഈ ഒരു കളർ കിട്ടണം കേട്ടോ. അപ്പം നമ്മൾ എന്തോരം വെള്ളം എടുക്കുന്നോ അപ്പോൾ ഈ ഒരു കളർ കിട്ടാൻ പാകത്തിന് ബ്രൂ ചേർക്കാം. എന്നിട്ട് ഏതെങ്കിലും ഇതുപോലൊരു സ്ക്വയർ ടൈപ്പ് പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറി കിട്ടുമ്പോഴത്തേക്കും ഇതൊരു അത്യാവശ്യം ഒരു ജെൽ ടൈപ്പ് ഫുൾ ചൂടാറി കഴിയുമ്പോഴത്തേക്കും ഇതൊരു ജെൽ കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ നമ്മളൊരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എടുത്തിട്ട് ഇതിന് ചെറിയ സ്ക്വയർ ഷേപ്പിൽ അല്ലെങ്കിൽ ചെറിയ കട്ടകളാക്കിയിട്ട് ചെറിയ ജെല്ലിൻ്റെ കട്ടകളാക്കി നമുക്ക് മാറ്റണം. അപ്പോൾ ഫുൾ ചൂടും മാറി കഴിയുമ്പോഴത്തേക്കും തണുക്കുമ്പോൾ തന്നെ ഇത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് കത്തി ഉപയോഗിച്ചോ, കത്തി ആയിരിക്കും ഏറ്റവും നല്ലത്. 2 ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുഞ്ഞു സ്ക്വയറായിട്ട്, കറക്റ്റ് സ്ക്വയർ കിട്ടിയില്ലെങ്കിലും ഏകദേശം കുഞ്ഞു കട്ടകളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ വേണം ഇതെടുക്കാനായിട്ട്. ഇപ്പം നിങ്ങൾ എടുക്കുമ്പോൾ അത്യാവശ്യം പരന്ന പാത്രം തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ വെട്ടിക്കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ മെല്ലെ അതിൻ്റെ പുറമെ ഇങ്ങനെ ഒന്ന് ചീവി എടുക്കുന്ന പോലെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ കുഞ്ഞു കട്ടകളായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ബ്രൂവിൻ്റെ ജെല്ല് അത് എല്ലാം മൊത്തം ഈ കട്ടകളായിട്ട് എടുത്ത് ഒരു പ്ലേറ്റിൽ മാറ്റി വയ്ക്കാം. അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഷേക്കിനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനായിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രീസായ ഒരു പാക്കറ്റ് പാല് ഫുള്ള് നമ്മളിവിടെ എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കട്ടയായിട്ടുണ്ട്. അങ്ങനെ തന്നെ എടുക്കാൻ ശ്രമിക്കാം. ഒരു പാക്കറ്റ് പാല് ഫുള്ളും ഇടുന്നുണ്ട് കേട്ടോ. ഒരു പാക്കറ്റ് പാല് ഫുള്ളും ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചെറുപഴമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ചെറുപഴത്തിന് പകരം പൂവമ്പഴം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. ഞാനിവിടെ ചെറിയ പഴമാണ് ചേർക്കുന്നത്. ഒരു 5-6 പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൂവമ്പഴം ആണെങ്കിൽ നിങ്ങൾക്കൊരു 2-3 അല്ലെങ്കിൽ 2 പഴം ചേർത്താലും മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ ചെറുപഴം സൈസും ചെറുതായതുകൊണ്ടിട്ട് നമ്മളൊരു 5-6 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇത്രയും കട്ട് ചെയ്യണമെന്നില്ല. നമ്മൾ നന്നായിട്ട് പഴുത്താണെങ്കിൽ 2 കഷ്ണിച്ചാണെങ്കിലും ഇട്ടാൽ മതി. ഇനി നമുക്കിതിലേക്ക് 2 പാക്കറ്റ് ബ്രൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബ്രൂവിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഹോർലിക്സ് ആണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കളറിനും കൂടി വേണ്ടിയിട്ട് 2 പാക്കറ്റ് ബ്രൂ ഇട്ട് കൊടുത്തിട്ട് ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാൻ 4 സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഞാൻ ആദ്യം ബ്രൂ എന്ന് പറഞ്ഞത് ബൂസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബൂസ്റ്റ്, പഞ്ചസാര, പഴം, പാല് ഇത്രയും കൂടി നന്നായിട്ട് നല്ല ഫൈനായിട്ടെന്നല്ല, അത്യാവശ്യം നല്ല തണുപ്പുള്ള രീതിയിൽ തിക്കായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ആദ്യം നമ്മൾ ഗ്ലാസ് എടുത്ത് വെക്കുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബ്രൂവിൻ്റെ ആ ക്രിസ്റ്റൽസ് ഇല്ലേ, ജെല്ല് പോലത്തെ, അതാണ് ആദ്യം ഇടേണ്ടത്. അതാദ്യം താഴെ കുറച്ച് തിക്കായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഷേക്ക്, അതായത് പാലും ബൂസ്റ്റും പഴവും പഞ്ചസാരയും കൂടി അടിച്ചത് ഒരു പകുതി മാത്രം എത്തുന്ന രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഒരു ലെയറിലേക്ക് നമ്മൾ കുറച്ച് നട്ട്സാണ് ചേർത്ത് കൊടുക്കാം. നട്ട്സിനായിട്ട് ഞാനിവിടെ കുറച്ച് ബദാം, കശുവണ്ടി, മുന്തിരി, ഉണക്കമുന്തിരി, റൈസിൻസും
ഇത് മൂന്നും എടുത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ വേറെയും ചേർക്കാം കേട്ടോ, വാൾനട്ടോ ഇഷ്ടമുള്ള ചേർക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ലെയറിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം കുറച്ച് തിക്കായിട്ട് ചേർത്താൽ അത്രയും നല്ലത്. പിന്നെ ഒന്നും കൂടി നമുക്ക് നമ്മുടെ ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ടോപ്പിലായിട്ട് നമ്മുടെ നേരത്തെ ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്ത ബ്രൂവിൻ്റെ ജെല്ലുകൾ, അത്യാവശ്യം കുറച്ച് വലിപ്പം കൂടിയ ടൈപ്പുള്ള ജെല്ലുകൾ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പുറമെ ടോപ്പിങ്സ് പോലെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച നട്ട്സും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളുടെ സ്പെഷ്യൽ ഷേക്ക് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കൊടുക്കുന്ന ജ്യൂസൊക്കെ മടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി ഷേക്കുകൾ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് ഒരു വീഡിയോ ആണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.